അത് അഭിനയിച്ച് കാണിച്ചു. അത് ഭയങ്കര സിമ്പിളായിരുന്നു, കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സോങ്ങുകളൊക്കെ കണ്ടിരുന്നു. ഇതിലെ സോങ് ഞാൻ ആൽക്കലി എന്നുള്ള സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതില് ചാക്കോച്ചിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ റിസ്ക് ആയിരുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് 15-ാം തീയതി പടം വരുന്നുണ്ട്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഇതിൽ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അപ്പോ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തില് അപ്പോ റിയലായിട്ട് അത് ഷൂട്ട് ചെയ്ത് തൊട്ട് മുന്നേ എന്റെ കാല് ശരിക്കും ഇഞ്ചുറി ആയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതൊരു എയർലൈൻ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് പിന്നെ ത്രൂ ഔട്ട് പിന്നെ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുരൂഹ സാഹചര്യങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ വേറെ പടം നടന്നെങ്കിൽ അപ്പൊ തന്നെ പാറ്റപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് അങ്ങനെ. പക്ഷേ അതൊക്കെ ഇവരെല്ലാം കൂടി അങ്ങനെ അത് ചെറിയ പരിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് 4 ദിവസം ഒരു 5 ദിവസം റെസ്റ്റ് വന്നതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാവരെയും ഭയങ്കര ഡിഫറെന്റ് ലുക്കാണ്. രതീഷേന്റെ പടത്തിലൊക്കെ അങ്ങനെയാണ്. എന്നെയൊക്കെ കാണാത്ത രീതിയിലാണ് ക്ലീൻ ഷേവ് ചെയ്തൊരു മാർക്കൊക്കെ ഉണ്ട്, ഒരു പാച്ചൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാഫർക്കാട് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ, ചാക്കോച്ചിന്റെ ആണെങ്കിലും എല്ലാവരും ദിലീഷേന്റെ ഒക്കെ ആണെങ്കിലും. പിന്നെ ഒരു ഇതിൽ 4 ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ദിലീഷ് പോത്തൻ, രാജേഷ് മാധവൻ, ചിദംബരം ഇവരൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. എന്തായാലും 15-ാം തീയതി സിനിമ വരികയാണ്. എന്തായാലും അടിപൊളി സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായും താങ്ക് യു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ലിസ്നേടാ എടുത്ത്